തീർച്ചയായിട്ടും മാൽപ്പേ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ള അറിവ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ മാൽപ്പേ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അവലോകന യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് മാൽപ്പയെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം മാൽപ്പയുടെ കൂടി അഭിപ്രായം തേടുന്നതിന് വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ മാൽപ്പയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ന് വേണം കരുതാൻ. കാരണം മാൽപ്പയെ വിളിച്ചിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വളരെ നിർണായകമായ ഏതെങ്കിലും യോഗത്തിലൊക്കെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഫോണിൽ ബന്ധപ്പെടാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാൽപ്പേ വന്നാൽ മാത്രമേ ഈ പുഴയിലെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. കാരണം നാവികസേനാംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുഴയിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവർ തിരച്ചിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നില്ല. അത് മാൽപ്പേ വരാത്തത് കൊണ്ടായിരിക്കും. മാൽപ്പേ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയും ചെയ്തത്. ഒരു പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോഴില്ല. കാരണം കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നത്. അഭിലാഷ്, അതാണ് ഞാൻ MLA എവിടെയാണ് എന്നത് അറിയാൻ വേണ്ടിയായിരുന്നു ഞാനും അത് കാത്തിരുന്നത്. AK അഭിലാഷ്, സതീഷ് കൃഷ്ണസേയിൽ ഒപ്പം നമ്മുടെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഇവരെല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുകയാണോ? മാൽപ്പേ പോയതിനൊപ്പം കളക്ടറും MLA-മാരും ഒക്കെ പോയിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവർ അങ്കോളയിലെ IB-യിൽ യോഗം ചേരാനുള്ള സാധ്യതയുണ്ടല്ലോ. കാരണം നാളെ തെരച്ചിൽ നടക്കുന്നില്ല. പിന്നെ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരണം ഗോവയിൽ നിന്ന്. ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഉറപ്പായി. അതിൻ്റെ രേഖകളടക്കം കയ്യിലുണ്ടെന്ന് മന്ത്രിയും പറയുന്നു. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് പ്ലാൻ ചെയ്യാതെ നിർവാഹമില്ലല്ലോ. അപ്പോൾ അടുത്ത തെരച്ചിൽ, അതിലേക്കുള്ള ആസൂത്രണം, അതൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയുള്ള യോഗങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നതുകൂടി ഒന്ന് പരിശോധിക്കാമോ അഭിലാഷ്? തീർച്ചയായിട്ടും IB-യിൽ അത്തരമൊരു അവലോകന യോഗം നടക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു അർജുൻ കല്യാടിനോട് അങ്ങോട്ട് പോകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അങ്ങോട്ട് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ്. കാരണം KM അഷ്റഫ്, അതോടൊപ്പം തന്നെ കാർവാർ MLA സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ SP അടക്കമുള്ള ആളുകൾ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ സാധാരണയിൽ രാവിലെ ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ മാധ്യമങ്ങളെയൊക്കെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ കടന്നു വരികയും ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉയർന്ന പോലീസുകാരൊന്നും ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും ഇവിടെ. അഭിലാഷ്, നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സ്ഥിരീകരിക്കണം. അഭിലാഷ്, ഈ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക വിവരം കിട്ടിയ ഒരു മണിക്കൂറാണിത്. അതായത് നേവിയുടെ തെരച്ചിലിൽ നേവി ഔദ്യോഗികമായി പുറത്തുവിട്ടതാണ്, അവർ എക്സ്പോസ്ഡായി പുറത്തുവിട്ടതാണ് ആ ലോഹഭാഗങ്ങൾ. അത് കഴിഞ്ഞ് കയർ കിട്ടുന്നു, അത് മനാഫ് സ്ഥിരീകരിക്കുന്നു. 3 ലോഹഭാഗങ്ങൾ കണ്ടെത്തി. അതോടൊപ്പം അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രോബബിലിറ്റി മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തൻ്റെ ട്രക്കിൻ്റെ ഭാഗമല്ല എന്ന് അർജുൻ്റെ ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ളത്. അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറിയുണ്ട്. ഒരു വാതിലിൻ്റെ ഭാഗം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. അതൊക്കെ ആ ടാങ്കർ ലോറി പൊട്ടിത്തകർന്നു പോയപ്പോൾ പലയിടങ്ങളിലായി പെട്ടുപോയതാകാം. ഈശ്വർ മാൽപ്പേ 13 തവണ തെരച്ചിൽ നടത്തി. പക്ഷേ മണ്ണും മരങ്ങളുമൊക്കെ ഈ തെരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നുവെന്ന് കാർവാർ MLA ഒപ്പം ഇരുന്നുകൊണ്ട് പറയുന്നത് നമ്മൾ കാണുന്നു. 5 മണിക്കൂർ നീണ്ട തെരച്ചിലാണ്. 2 മണിക്കാണ് അത് അവസാനിപ്പിച്ചത്. ഈശ്വർ മാൽപ്പയ്ക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തുന്നതിന് ഡ്രഡ്ജർ കൊണ്ടുവരണം, മണ്ണ് മാറ്റണം. അതാണ് മാൽപ്പേ പോകുന്നത് വരെ നമ്മൾ കണ്ട അപ്ഡേറ്റ്. അതിനുശേഷമാണ് ഈ കയർ കണ്ടെത്തുന്നത്. ഈ കയർ നേവിയുടെ ടീം കണ്ടെത്തിയതിനു ശേഷം അതേ ഇടങ്ങളിൽ കോൺടാക്ട് 1 and 2 അവിടെ ഇപ്പോൾ അവർ ഡൈവ് ചെയ്യുന്നുണ്ടോ അതോ പുഴയിൽ ഡിങ്കി ബോട്ടിൽ അടുത്ത ഉത്തരവിനായി കാത്തിരിക്കുകയാണോ നേവിയുടെ ടീം? നേവിയുടെ ടീമിന്റെ ഒരു ആക്ഷൻ എന്താണ് ഇപ്പോൾ അഭിലാഷ്? അവർ കഴിഞ്ഞ 1 മണിക്കൂർ നേരമായി ഈ നേരത്തെ നിന്നിരുന്ന അതേ സ്ഥാനത്ത് നങ്കൂരമിട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ തെരച്ചിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരച്ചിലിനിടയിൽ ആകെ 5 വസ്തുക്കളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും 2 വസ്തുക്കൾ ഇപ്പോൾ ഈ അർജുൻ്റെ ട്രക്കിൻ്റേതാണെന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന ഈ ജാക്കിയാണ്, ഹൈഡ്രോളിക് ജാക്കിയാണ് ഒന്ന്. മറ്റൊന്ന് ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നാവിക സംഘം കണ്ടെത്തിയിരിക്കുന്ന കയറിൻ്റെ ഭാഗമാണ്. ഈ 2 ഭാഗങ്ങളും ഈ അർജുൻ്റെ ട്രക്കിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി കൂടുതൽ പരിശോധന തെരച്ചിലൊക്കെ വേണ്ടി വരും. അത് ഈ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഒരു വിഷയം. ആ ഡ്രഡ്ജർ എത്തിക്കാൻ എന്തൊക്കെ സംവിധാനമാണ് ഒരുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് അടുത്ത 16-ാം തീയതിയോട് കൂടി, അതായത് മറ്റന്നാൾ തന്നെ ഇത് എത്തിക്കാനൊരു നീക്കം നടത്തുമെന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതിന് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ
ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടും അത് ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് നേരത്തെ സതീഷ് കൃഷ്ണ സൈനി അടക്കം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു അവലോകന യോഗം ചേരാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് നമ്മളെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ MLA-മാരും അതോടൊപ്പം തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കലക്ടർ അടക്കമുള്ള ആളുകൾ അവിടെ ചേരുകയും ഈ സാധ്യതകളൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യുകയാണോ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ നദിയിലെ തെരച്ചിൽ വേണ്ട എന്നുള്ള ഒരു വാക്കാലുള്ള നിർദ്ദേശം നാവികസേനയ്ക്ക് നൽകിയോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതായത് നാവികസേന ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തുന്നില്ല. കഴിഞ്ഞ 1.5 മണിക്കൂർ നേരമായി നമ്മൾ കാണുന്ന വസ്തുത അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല.